നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വിദേശ വിദ്യാഭ്യാസ രംഗത്ത് നിരന്തരമായ മാറ്റങ്ങളാണ്. നമ്മൾ സാധാരണഗതിയിൽ കേട്ടുകൊണ്ടിരുന്ന ചില ഡെസ്റ്റിനേഷൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ ഡെസ്റ്റിനേഷൻസിലേക്ക് കുട്ടികൾ പോകുന്നത് നമ്മളെപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് അത്തരം വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ 3-4 മാസം കൂടുമ്പോൾ പോലും മാറ്റങ്ങൾ വരുന്നുണ്ട് വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുള്ള പല നോംസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഏതൊക്കെയാണ് പുതിയ ഡെസ്റ്റിനേഷൻസ്, എന്തൊക്കെയാണ് അവിടെ പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പതിവ് പോലെ നമ്മളോട് ഉള്ളത് ഫെയർ ഫ്യൂച്ചർ സ്റ്റഡി അബ്രോഡിൻ്റെ സാരഥി ഡോക്ടർ രാജാണ്. നമസ്കാരം ചേട്ടാ. അപ്പോൾ നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത് അത്തരം ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം രാജനോട് സംസാരിച്ചപ്പോൾ പറയുണ്ടായി, നേരത്തെ ബിഗ് 4 എന്നായിരുന്നു ഒരു സ്ഥിരമായി കുട്ടികൾ പോകുന്ന രാജ്യങ്ങളെ വിളിച്ചിരുന്ന പേര്. അത് US, കാനഡ, UK, പിന്നെ ഓസ്ട്രേലിയ അല്ലേ, 4 ബിഗ് 4. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് ബിഗ് 10 എത്തിയിരിക്കുകയാണ്. കൂടുതൽ 6 രാജ്യങ്ങൾ കൂടുതലായിട്ട് അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചോദിക്കുക. അതോടൊപ്പം തന്നെ ലോക ചരിത്രത്തിൽ ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പുതിയ സംവിധാനം ഫെയർ ഫ്യൂച്ചർ കൊണ്ടുവരികയാണ്. അതായത് നിങ്ങളെ തേടി കൗൺസിലേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നൊരു സംവിധാനം. അതിനുവേണ്ടി കൗൺസിലിംഗ് ഓൺ വീൽസ് എന്ന് പറയുന്ന ഒരു ബസ് തന്നെ തയ്യാറായിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് കോളേജുകളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ വേണമെങ്കിൽ അങ്ങോട്ട് ചെന്ന് നിങ്ങൾ വിദേശ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അല്ലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബിഗ് 4 കൺട്രീസിൽ നിന്നും ബിഗ് 10 കൺട്രീസിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 4 കഴിഞ്ഞിട്ടുള്ള 6 രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും കുട്ടികൾ പോകുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവർ ഒരുപക്ഷെ ചിന്തിച്ചിട്ടില്ലായിരുന്ന പുതിയ കുറച്ച് രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ ബിഗ് 10 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയേണ്ടി വരിക. അതായത് ഇപ്പോൾ ജർമ്മനി, ഫ്രാൻസ്, അയർലൻഡ്, ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്കും ഇപ്പം ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ ധാരാളം കുട്ടികളെ ആ രാജ്യം ഇപ്പോൾ വെൽക്കം ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരികയും മറ്റും വന്നതോടുകൂടിയാണ് കുട്ടികളുടെ ശ്രദ്ധ നേരത്തെ ബിഗ് 4 എന്ന് മാറിയിട്ട് ഈ ഒരു ബിഗ് 10 എന്ന് പറയുന്ന ഒരു വൈഡ് പ്ലാറ്റ്ഫോം ഇപ്പം അവർക്ക് മുന്നിൽ തുറന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു രാജ്യം പഠിക്കാൻ പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഒരു വിദേശ വിദ്യാഭ്യാസത്തിന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ കുട്ടിയെ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഫോർഡബിലിറ്റിയാണ്. അഫോർഡബിലിറ്റി ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ US കേസിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും രാജ്യത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുമ്പോൾ ആദ്യം ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ ആ പ്രോഗ്രാമിന് വരുന്ന ട്യൂഷൻ ഫീസ് ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തലത്തിലുള്ളതാണോ എന്നുള്ളത് ആദ്യമേ ഒരു മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും കുട്ടികൾക്ക് മറ്റും തെറ്റുപറ്റുന്നത് അവിടെയാണ്. രണ്ടാമത്തെ കാര്യം എലിജിബിലിറ്റിയാണ്. എലിജിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം പല കുട്ടികളും വന്നിട്ട് ലോകത്തിലെ ഏറ്റവും ഹൈലി റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുള്ള അവരുടെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ US ഐവി ലീഗ്, ദെൻ UK റസൽസ് യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയയിലാണെങ്കിലും വളരെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും മറ്റുമുള്ളപ്പോൾ ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് തക്ക രീതിയിലുള്ള അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിലേക്ക് അവരെത്താവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ അഡ്മിഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവർക്ക് മീറ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത് മനസ്സിലാക്കുന്നത് ചിലപ്പം ഒരുപാട് അഡ്മിഷൻ പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും ഒടുവിലാകുമ്പോൾ അവരുടെ സമയം നഷ്ടപ്പെടുക, അതിനുവേണ്ടി വരുന്ന പണച്ചെലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. പിന്നെ അടുത്തതായിട്ട് എപ്പോഴും വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികളിൽ ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യം, മിക്കവാറും കുട്ടികൾ അവിടെ ഒരു കോഴ്സ് കഴിഞ്ഞ ശേഷം അവിടെ തന്നെ ഒരു എംപ്ലോയ്മെൻറ്റിലേക്കും സബ്സിക്വൻ്റ് ആയിട്ട് അവർക്കൊരു സെറ്റിൽമെൻറ്റ് ഓപ്ഷനും കൂടെ അവർ നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ പല രാജ്യങ്ങളിലും PR ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻസും ഉണ്ട്, അങ്ങനെ അല്ലാത്ത രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കാൻ മാത്രം ഉദ്ദേശിച്ചിട്ട് അവിടെ പോകുന്നു, പഠനശേഷം അവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ട് ഇവിടെ ആ ക്വാളിഫിക്കേഷൻ കൊണ്ടൊരു ബെറ്റർ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അതായത് PR ഫ്രണ്ട്ലി അല്ലാത്ത രാജ്യമാണ്. നേരെ മറിച്ച് അവർക്ക് അവിടെ പഠിക്കാൻ പോകണം, പഠിച്ച ശേഷം അവിടെ തന്നെ ഒരു എംപ്ലോയ്മെൻറ്റ് കിട്ടാനുള്ളൊരു സാധ്യത, തന്നെ ആ രാജ്യത്തൊരു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് വിത്ത് ഫാമിലിയും കൂടെ ആയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇമിഗ്രേഷൻ സപ്പോർട്ടീവായിട്ടുള്ള രാജ്യങ്ങളുണ്ടോ എന്നുള്ളത് അവരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിനകത്ത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം സെറ്റിൽമെൻറ്റ് ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു രാജ്യം സെലക്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഒരു PR അത്ര എളുപ്പം ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും, മടങ്ങി വരേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ പോലും ചിലപ്പോൾ വന്നു എന്ന് വരാം. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സേഫ്റ്റിയാണ്. അത് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഏറ്റവും അതെ. കാരണം നമുക്കറിയാം ഏതാണ്ടൊരു കുറച്ച് കാലങ്ങൾക്ക് മുൻപായിരുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമുണ്ടായ സമയത്ത് ആ രാജ്യത്ത് പഠിച്ചുകൊണ്ടിരുന്ന പല വിദ്യാർത്ഥികളല്ല മുഴുവൻ വിദ്യാർത്ഥികൾക്കും മടങ്ങി വരേണ്ടി വന്നു. അവരെ കൊണ്ടുവരാൻ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അത് സേഫ്റ്റിയെക്കുറിച്ച് ധാരണയില്ലാതെ ചിലപ്പോൾ പോയതുകൊണ്ടാവാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കാരണവശാൽ അവിടുത്തെ ഒരു സിറ്റുവേഷൻ വേഴ്സ് ആവാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അതിന് സാധ്യത പരമാവധി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് കൂടി കുട്ടികളാണെങ്കിലും അവരെ അയക്കുന്ന രക്ഷിതാക്കളാണെങ്കിലും കൃത്യമായിട്ട്
ആ ഒരു പെർട്ടിക്കുലർ സോണിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു വിദേശ വിദ്യാഭ്യാസത്തിന് പോകുമ്പം ആ രാജ്യം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ എന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ബിഗ് 4 കൺട്രീസിലേക്ക് ഇപ്പം പോകുന്ന കുട്ടികൾക്ക് കുറവൊന്നുമില്ല അല്ലേ? പുതുതായിട്ട് 6 ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അത് ഏതൊക്കെയാണ് അപ്പോൾ ആ രാജ്യങ്ങൾ? ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ജർമ്മനി, ദെൻ ഫ്രാൻസ്, അയർലൻഡ്, ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ് പുതുതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ ഈ പറഞ്ഞ അനുകൂല ഘടകങ്ങൾ ഈ 6 രാജ്യങ്ങളിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ജർമ്മനിയുടെ കാര്യം പറയുവാണെങ്കിൽ, ഒന്ന്, ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്. അതായത് ഇപ്പം അവിടെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ ഫീസ് ഇല്ല. അവർക്ക് വരുന്നത് കേവലം സെമസ്റ്റർ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ കറൻസിൽ ഒരു 30,000 to 50,000 റുപ്പീസ് പെർ ഇയർ വരുന്നുള്ളൂ. അവർക്ക് ഫുഡിനും അക്കോമഡേഷനും വേണ്ടിയുള്ള എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ജർമ്മനിയിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ട്യൂഷൻ ഫീസ് പ്രായണ കുറവാണ്. പിന്നെ ഉള്ളത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അയർലൻഡിൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും അയർലൻഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖല എന്ന് പറയുന്നത്, ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ സയൻസും പിന്നെ ഒന്ന് IT ആണ്. ഇത് രണ്ടും വളരെ നല്ല രീതിയിൽ ജോബ് ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ വരുന്നത് ഫ്രാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫ്രാൻസ് ഒരു ബിസിനസ് സ്കൂൾസിലും മറ്റും പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് സ്കൂൾസിന് കിട്ടുന്ന ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ക്രൗൺ ആണ്. ട്രിപ്പിൾ ക്രൗൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കിൽ IIM പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഇന്ത്യയിൽ ട്രിപ്പിൾ ക്രൗൺ ഉള്ളത്. പക്ഷേ IIM അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്കറിയാം CAT പോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ അങ്ങനെ ഒരു അഡ്മിഷൻ പോലും കിട്ടുകയുള്ളൂ. അതിന് തന്നെ വളരെയധികം തയ്യാറെടുപ്പ് വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ വലിയ മാർക്കില്ലാത്ത കുട്ടികൾക്ക് പോലും ഫ്രാൻസിലെ ട്രിപ്പിൾ ക്രൗൺ സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെയധികം ലക്ഷറി ബ്രാൻഡ്സും മറ്റും ഉള്ള ഒരു സ്ഥലമാണ് പാരീസും മറ്റും. അപ്പോൾ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കും പഠിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും വലിയ പറയത്തക്ക ഫീസൊന്നും വരുന്നില്ലെന്ന് മാത്രമല്ല അഡ്മിഷൻ കിട്ടാനുള്ള എളുപ്പം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ അഫോർഡബിലിറ്റിയും എലിജിബിലിറ്റിയും കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന രാജ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ ബിഗ് 4ലേക്ക് പോകാൻ വേണ്ടിയുള്ള എലിജിബിലിറ്റി എന്താണെന്ന് അത്തരം കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. കാരണം വർഷങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ബിഗ് 6ൽ ജർമ്മനി നമുക്ക് ആദ്യം എടുക്കാം. ജർമ്മനിയിൽ പോകാൻ വേണ്ട എലിജിബിലിറ്റി എന്താണ്? എത്രത്തോളം ഫീസ് വേണ്ടി വരും? പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ? സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റും? അത്തരം കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറയാമോ? ജർമ്മനിയുടെ കാര്യത്തിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും അവിടെയുണ്ട്. അതിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ ഫീസ് ഇല്ല. പകരം അവർക്കൊരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തിൽ ഏതാണ്ട് ഒരു 30,000 ആവറേജ് ഇന്ത്യൻ രൂപ അതാണ് അവരുടെ ഒരു കോസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അത് വാസ്തവത്തിൽ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബസ് കൺസെഷൻ, അതുപോലെ തന്നെ ക്യാൻറ്റീനിൽ വേണ്ടി വരുന്ന കൺസെഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ യൂണിവേഴ്സിറ്റി ഇവരുടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സർട്ടൻ എമൗണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞത് ഫുഡിനും അക്കോമഡേഷനും മാത്രമേ ഉള്ളൂ. അതേസമയം തന്നെ മറ്റൊരു കാര്യം അവിടെ അറിയേണ്ടത്, പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ 2 തരം സിലബസാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഒന്ന് ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കരിക്കുലമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസിയും കൂടെ എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് ആ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആപ്ലിക്കേഷൻ അയക്കാനും അഡ്മിഷൻ എടുക്കാനും. അതേസമയം ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംഗ്ലീഷിലായിരിക്കും കൂടുതൽ പ്രൊഫഷ്യൻസി ഉണ്ടാകുന്നത്. അപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ജർമ്മനിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ തന്നെ ഇംഗ്ലീഷ് ടോട്ടായിട്ടുള്ള കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസി ഒന്നും തന്നെ അവർ അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. പകരം IELTS മാത്രം മതി. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും ജർമ്മൻ ടോട്ടായിട്ടുള്ള സിലബസിലുള്ളതും കിട്ടും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടോട്ടും കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഭൂരിഭാഗം പേരും ഇംഗ്ലീഷ് ടോട്ടിലുള്ള സിലബസ് ഫോളോ ചെയ്യുന്ന കോഴ്സുകൾക്കാണ് ഇതിപ്പോൾ പബ്ലിക്കിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും അഡ്മിഷൻ എടുക്കുന്നത്. പ്രൈവറ്റിലാണെങ്കിലും ട്യൂഷൻ ഫീസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബിഗ് 4 കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ അവർക്ക് അവിടെയും ട്യൂഷൻ ഫീസിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മിക്കവാറും എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 55% മാർക്ക് തൊട്ടുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സൗകര്യം അവിടെയുണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ. പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അക്കാഡമിക്കലി ഒരു ഹയർ ലെവലിലുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അഡ്മിഷൻ എടുക്കാം. ട്യൂഷൻ ഫീസ് അവിടെയും ഇല്ലാതെ പഠിക്കാൻ പറ്റും. പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ചെയ്യാം. ജർമ്മനിയിൽ 20 മണിക്കൂർ സ്റ്റുഡൻസിന് പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് അലൗഡാണ്. അപ്പോൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് കുറച്ച് അവർക്കൊരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം കിട്ടാനും ഒക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് പൊതുവേ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ A1 ലെവലിലെങ്കിലും ഉള്ള ഒരു ജർമ്മൻ
അതിൻ്റെ ടെസ്റ്റിൻ്റെ സ്കോർ എടുത്തിട്ട് പോവുകയാണെങ്കിൽ അത് അവർക്ക് നല്ലതായിരിക്കും. അതുപോലെ സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുമോ പഠിക്കാൻ പോകുമ്പോൾ? സ്പൗസിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും സ്പൗസിന് ജർമ്മൻ ലാംഗ്വേജിൽ A1 എന്ന് പറയുന്നുള്ള കാറ്റഗറിയിലുള്ള ആ ഒരു ടെസ്റ്റ് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പൗസിനെ കൊണ്ടുപോകും. സ്പൗസിനും അവിടെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതെല്ലാം തന്നെ അവർക്ക് അവിടെ കിട്ടും. പൊതുവെ പഠിക്കാൻ എളുപ്പമുള്ളൊരു ലാംഗ്വേജ് ആണോ ജർമ്മൻ? ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ കുട്ടികൾ ജർമ്മൻ ലാംഗ്വേജ് വളരെ നല്ല രീതിയിൽ അവർ അത് കോച്ചിങ്ങും മറ്റും എടുക്കുന്നുണ്ട്. പിന്നെ മിക്കവാറും പല പബ്ലിക് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും അവിടെ ചെന്ന ശേഷം കുട്ടികൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അവിടെ നിന്ന് തന്നെ ഒരു ജർമ്മൻ ഇൻസ്ട്രക്ടറുടെ കീഴിൽ പഠിക്കാനുള്ളൊരു സൗകര്യം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ. അതുപോലെ നമ്മൾ കാനഡയൊക്കെ നോക്കുകയാണെങ്കിൽ കാനഡയിലൊക്കെ പഠിക്കാൻ പോയതിൽ ഒരു 90% അവിടെ തന്നെ സെറ്റിൽ ആകുന്നതാണ് നമ്മൾ കണ്ടത്. ജർമ്മനിയിൽ അതിനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടല്ലോ. ജർമ്മനിയിലും ഈ പറയുന്ന പോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം അവർക്ക് കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്നത് സ്റ്റേ ബാക്ക് ആണ്. സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് 18 മാസത്തെയാണ് സ്റ്റേ ബാക്ക് അവർക്ക് ആദ്യം കിട്ടുന്നത്. ഈ 18 മാസത്തെ സ്റ്റേ ബാക്കിൽ അവർക്കൊരു പ്രോപ്പർ എംപ്ലോയ്മെൻറ്റ് അവർക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു കാലയളവിൽ അവർക്ക് അവിടെ കിട്ടും. അതിനുശേഷം അവർക്ക് ആ ഒരു സബ്സിക്വൻ്റ് ആയിട്ട് പെർമനൻ്റ് ആയിട്ട് സെറ്റിൽമെൻറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള പേപ്പർ വർക്കും അവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ പോയി. അതായത് ഒരു 4 വർഷത്തിനോ 5 വർഷത്തിനോ മുൻപോട്ടൊരു ഫ്ലോ തുടങ്ങിയായിരുന്നു ചെറുതായിട്ട്. ഇപ്പം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അന്നൊക്കെ പോയ കുട്ടികളിൽ പലരും ഇപ്പോൾ അവർക്ക് ഫുൾ ടൈം ആയിട്ട് അവിടെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയ അവർ മീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ രംഗത്ത് നിൽക്കുന്ന ആളെന്നുള്ള അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ജർമ്മനി പഠിക്കാൻ പോവുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്? ജർമ്മനിയിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഓട്ടോമൊബൈൽ ബ്രാൻഡ്സ് തന്നെ വൈചേട്ടൻ അറിയാം. ഇപ്പോൾ BMW ആണെങ്കിലും മെഴ്സിഡീസ് ബെൻസ് ആണെങ്കിലും ഓഡി ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പോർഷ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ ജർമ്മൻ ബ്രാൻഡ്സ് ആണ്. അപ്പോൾ അവർക്ക് ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നതും അല്ലെങ്കിൽ മെക്കാനിക്കൽ ഏരിയ എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ളൊരു സ്കോപ്പുള്ള ഒരു എംപ്ലോയ്മെന്റ് സെക്ടറാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് ടൈപ്പ് ഓഫ് കോഴ്സുകൾ എടുത്തിട്ട് പോകുന്നത് അത് ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ ടൈപ്പ് കോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ മെറ്റലർജി അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള പുതിയ പുതിയ കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ അങ്ങനെയുള്ള സിലബസും മറ്റും കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഇപ്പോഴും വന്നിട്ടില്ല. നേരെ മറിച്ച് ജർമ്മനിയിൽ അതെല്ലാം വളരെ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. ലോകത്തിലേക്ക് തന്നെ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ ഇൻവെൻഷൻസും മറ്റും വരുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ആ ഒരു എഞ്ചിനീയറിംഗ് സെക്ടർ പൊതുവെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് IT റിലേറ്റഡ് കോഴ്സസ്. വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിൻ്റെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൻ്റെയും കോഴ്സസും മറ്റും ഇപ്പോൾ ജർമ്മൻ യൂണിവേഴ്സിറ്റീസിൽ നമ്മുടെ കുട്ടികൾക്കും അവിടുത്തെ കുട്ടികളോടൊപ്പം തന്നെ പഠിക്കാനായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ അവർക്ക് കേവലം ജർമ്മനിയിൽ മാത്രമല്ല ലോക ആകമാനം എംപ്ലോയ്മെൻറ്റ് പ്രോസ്പെക്റ്റീവ്നെസ് അവർക്ക് വളരെയധികം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കോഴ്സസും അവർക്ക് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റു ചില കോഴ്സസ് ഉണ്ട്, ലൈക്ക് ഇപ്പം നേഴ്സിംഗ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്. ഇതിൻ്റെ എല്ലാം തന്നെ സ്പെഷ്യാലിറ്റി ലെവൽ കോഴ്സസ് അവർക്ക് അവിടെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ +2 കഴിഞ്ഞിട്ട് പോകുന്നതാണോ നല്ലത്, അതോ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നതാണോ? രണ്ടും ഈക്വലി ഗുഡാണ്. പക്ഷേ +2 കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് അഡ്മിഷൻ ജർമ്മനിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 13 വർഷത്തെ അക്കാഡമിക് പീരീഡ് ആയിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ +2 എന്ന് പറയുമ്പോൾ 10+2 ആവുന്നുള്ളൂ, 12 വർഷം ആവുന്നുള്ളൂ. അതേസമയം അവിടെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ +2 കഴിഞ്ഞ കുട്ടികൾക്കും ഡയറക്റ്റ് ആയിട്ട് അവിടെ അഡ്മിഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഡയറക്റ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. മറ്റ് ക്യാമ്പസുകൾക്കുള്ള പോലെ GRE GMAT ഒന്നും അത്ര കമ്പൽസറി അല്ല. മാത്രമല്ല ഇപ്പം ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം, ഒരു 80% ആപ്ലിക്കേഷൻസും പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് പോകുന്നതിനകത്തുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതെ, നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് എന്തുകൊണ്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. ഒരു ആപ്ലിക്കേഷൻ ഒരു ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി ചെല്ലുമ്പം അവിടുത്തെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ക്രൈറ്റീരിയ കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ, SOP ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ടും വളരെ മെറ്റിക്കുലസ് ആയിട്ടും തയ്യാറാക്കുന്നതിൽ കൂടിയാണ് ഒരു സ്റ്റുഡൻറ്റ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് വളരെ ഹൈ സ്കോറുള്ള കുട്ടികൾക്ക് മാത്രമേ ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാറുള്ളത്. ഇപ്പോൾ ഫെയർ ഫ്യൂച്ചറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിയോ സയൻസ് പോലുള്ള പ്രോഗ്രാം 53% മാത്രം ഡിഗ്രിക്ക് മാർക്കുണ്ടായിരുന്ന കുട്ടികൾക്ക് വരെ മാസ്റ്റേഴ്സിന് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി. കാരണം എന്ന് വെച്ചാൽ നമ്മളത് എങ്ങനെ അവതരിപ്പിക്കുന്നു ആ ഒരു കോഴ്സിലേക്കുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈല് പഠിക്കുകയും മാർക്ക് കുറവാണെന്നുള്ളതുകൊണ്ട് മാത്രം അഡ്മിഷൻ റിജക്റ്റ് ചെയ്യാതെ പകരം അവരുടെ മറ്റേതൊക്കെ കഴിവുകൾ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു കൺസൾട്ടൻറ്റിനായിരിക്കും ആ കാര്യത്തിൽ ഒരു സ്റ്റുഡൻറ്റിനെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ
+2 കഴിഞ്ഞ കുട്ടികൾക്കും പോകാം, അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും പോകാം. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കോഴ്സും പഠിക്കാം, അതുപോലെ തന്നെ ഈ ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ഉള്ളത് എടുക്കാം. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് ജർമ്മനിയിലേക്കുള്ള വിസ ആപ്ലിക്കേഷൻ അതിപ്പം ബോത്ത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനും അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും ആപ്ലിക്കേഷൻ അയച്ച് അഡ്മിഷൻ കിട്ടി വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത 100% സ്റ്റുഡൻസിനും വിസ കിട്ടി എന്നുള്ളതാണ്. അതെ, അത് നമ്മൾ ഈ ബിഗ് ഫോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇനി അടുത്ത രാജ്യത്തേക്ക് പോകും അല്ലേ, ഫ്രാൻസിലെ സാധ്യതകളും മറ്റും എങ്ങനെയാണ്? ഫ്രാൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഫാഷൻ ഇൻഡസ്ട്രിയുടെ ക്യാപിറ്റൽ ലോകത്തിൻ്റെ തന്നെ, ലോകത്തിലെ ഏറ്റവും ടോപ്പ് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലൂയി വിട്ടൺ അല്ലെങ്കിൽ അർമാനി അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ടോപ്പ് ഫാഷൻ ബ്രാൻഡ്സുകളുടെ സെൻറ്ററാണ് ഈ പാരീസ് എന്ന് പറയുന്നത്. അത് ഫ്രാൻസിലാണല്ലോ വരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഫ്രാൻസിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളെ പൊതുവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജർമ്മനിയിൽ നമുക്ക് ബിഗ് ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ BMW അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വരുന്ന മെഴ്സിഡസ് ബെൻസ്, പോർഷെ, ഓഡി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡുകൾ. പിന്നെ പൊതുവായിട്ട് ബിസിനസ് പ്രോഗ്രാംസുമാണ് ഇതെല്ലാം അലൈഡായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ബ്രാൻഡ് മാനേജ്മെൻ്റ് ആണെങ്കിലും ലക്ഷറി മാനേജ്മെൻ്റ് ആണെങ്കിലും. അപ്പോൾ അവിടെയുള്ള ബിസിനസ് സ്കൂൾസിൻ്റെ ഒരു അക്രഡിറ്റേഷൻ നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് സ്കൂൾസിന് കിട്ടുന്നത് ട്രിപ്പിൾ ക്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറൈസേഷനാണ്. അപ്പോൾ ട്രിപ്പിൾ ക്രൗൺ ഉള്ള ബിസിനസ് സ്കൂൾസ് അതെന്താണെന്നുള്ള മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ IIM, ഇന്ത്യയിൽ കേവലം എനിക്ക് തോന്നുന്നൊരു 3-4 ബിസിനസ് സ്കൂൾസിന് മാത്രമേ ഈ ട്രിപ്പിൾ ക്രൗൺ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ IIM-ന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കാറ്റ് ക്രാക്ക് ചെയ്യണം. 2-3 വർഷത്തെ തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ IIM-ൽ അഡ്മിഷൻ എടുക്കുന്നത്. അതേസമയം മാർക്ക് ഏകദേശം ഒരു 50-55% മാർക്കുള്ള കുട്ടിയാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ക്ലാസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിക്ക് പോലും ഫ്രാൻസിൽ ട്രിപ്പിൾ ക്രൗൺ യൂണിവേഴ്സിറ്റികളിൽ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർക്ക് ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ബിസിനസ് മാനേജ്മെൻറ്റ് പോലുള്ള പ്രോഗ്രാംസിന് പോവുകയാണെങ്കിൽ അവർക്ക് ട്രിപ്പിൾ ക്രൗൺ അക്രഡിറ്റേഷനുള്ള ബിസിനസ് സ്കൂൾസ് ഫ്രാൻസിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടാൻ പൊതുവേ എളുപ്പമാണ്. ഇവിടുത്തെ കാറ്റിൻ്റെ പോലുള്ള കടമ്പുകളൊന്നും മറ്റും ഇല്ലാതെ അവർക്ക് അവിടെ പഠിക്കാൻ പോകാം. കിട്ടുന്ന പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലുള്ളൊരു ബിസിനസ് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അവരുടെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ പഠിക്കുന്നതോടൊപ്പമുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ ഫ്രാൻസിൽ പഠിക്കാൻ പോകുന്നൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് കിട്ടുന്നത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അവർക്ക് കിട്ടുന്നത്. അതുവഴി കിട്ടുന്ന ഒരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്കിംഗ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫ്രാൻസിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ, അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ കൾച്ചറിൽ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. കാരണം ഒരു എംപ്ലോയറുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് കോഴ്സ് കഴിഞ്ഞിട്ട് അവരുടെ ഇൻ്റർവ്യൂവിലും മറ്റും ഇവർക്ക് പെർഫോം ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്കെയിൽ ചെയ്യുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഫ്രാൻസിൽ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ പറയുന്നൊരു അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല ഫ്രഞ്ച് പഠിക്കണം നിർബന്ധമില്ല, ഇംഗ്ലീഷിൽ തന്നെയാണ് അവിടെ ഈ പറയുന്ന മിക്കവാറും എല്ലാ ബിസിനസ് സ്കൂൾസിലും, പ്രത്യേകിച്ചും ട്രിപ്പിൾ ക്രൗൺ. കാരണം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കാൻ വരുന്ന ക്ലാസ് റൂംസാണ്. അപ്പം നമുക്ക് തന്നെ ധാരാളം കുട്ടികൾ ഇപ്പം ഫ്രാൻസിലെ ട്രിപ്പിൾ ക്രൗൺ യൂണിവേഴ്സിറ്റികളിൽ ഇതുപോലുള്ള ബിസിനസ് കോഴ്സ് പഠിക്കാൻ പോയ ശേഷം അവരുടെ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പം ഏറ്റവും ഉചിതമായൊരു തീരുമാനമാണ് അവർക്ക് അവിടെ പഠിക്കാൻ പോയതിൽ കൂടി എന്നുള്ള അവർ തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അവിടെ ഈ ട്രിപ്പിൾ ക്രൗൺ ഉള്ള 3-4 യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് ഉള്ളെങ്കിൽ അവിടെ എത്ര ഉണ്ടാവും? ഫ്രാൻസിൽ ട്രിപ്പിൾ ക്രൗൺ ഉള്ള 19 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്കൊരു വൈഡ് സ്പെക്ട്രം കിട്ടും. ആപ്ലിക്കേഷൻ അയക്കാനാണെന്നുണ്ടെങ്കിലും അഡ്മിഷൻ എലിജിബിലിറ്റി ഉള്ള സ്റ്റുഡൻസിനും വിവിധ യൂണിവേഴ്സിറ്റികളിലെ കോഴ്സിൻ്റെ സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ കിട്ടുന്ന കോഴ്സുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും കൂടെ ഫ്രാൻസിൽ കിട്ടും. അതുപോലെ ഫ്രാൻസിൽ അഡ്മിഷൻ IELTS പഠിച്ചിട്ട് തന്നെ പോകണോ? IELTS വേണ്ട. അവർക്ക് +2ൻ്റെ മാർക്ക് നല്ലൊരു മാർക്കായിട്ട് കിട്ടിയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ കിട്ടും. IELTSൻ്റെ ആവശ്യമില്ല. അതുപോലെ ജർമ്മനിയിലെ പോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലിയും ചെയ്യാൻ പറ്റുമോ? അവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യാം. ആഴ്ചയിൽ 20 മണിക്കൂർ പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ ഫ്രാൻസിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അലൗഡാണ്. അതുപോലെ തന്നെ സ്റ്റേ ബാക്കിൻ്റെ കാര്യം എത്ര കാലമാണ് സ്റ്റേ ബാക്ക് കിട്ടുക? സ്റ്റേ ബാക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ പല രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസിന് മാത്രമാണ് കോഴ്സിന് ശേഷം 2 കൊല്ലത്തെ സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കെല്ലാം തന്നെ കോഴ്സിന് ശേഷം 1 വർഷത്തെ സ്റ്റേ ബാക്കേ ഉള്ളൂ. അപ്പോൾ അത് ഇന്ത്യൻ ഗവൺമെൻറ്റും ഫ്രഞ്ച് ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഉടമ്പടിയുടെ പ്രകാരമാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്.
അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികൾക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കാണാം. മാത്രമല്ല അവർക്ക് അക്കോമഡേഷൻ സബ്സിഡി കൂടിയുണ്ട്. 30% മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെക്കാളിലും അക്കോമഡേഷൻ എക്സ്പെൻസ് 30% സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിലാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഫ്രാൻസിൽ കിട്ടുന്നത്. അതെ, അപ്പോൾ എല്ലാ തരത്തിലും അനുകൂല ഘടകങ്ങളാണ് നമുക്ക് പോകാൻ വേണ്ടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ അനുകൂലം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ജർമ്മനിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ മോർ ദാൻ 80% ആപ്ലിക്കേഷൻസും സക്സസ് ആണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഫ്രാൻസിൻ്റെ കാര്യത്തിലോ? ഫ്രാൻസിൻ്റെ കാര്യത്തിൽ ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഈ പറയുന്ന സ്കൂളുകളിൽ അവർ എവിടെയാണോ പഠിക്കാൻ ഉദ്ദേശിച്ചത് അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഈ മുഴുവൻ കുട്ടികൾക്കും വിസയും കിട്ടിയിട്ടുണ്ട്. വിസ റിജക്ഷൻ ഇല്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ നോക്കുന്നത്. അപ്പം ബിഗ് ഫോറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അഗൈൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം നല്ല പ്രൊഫൈലുള്ള പല കുട്ടികൾക്കും നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അവരുടെ വിസ റിജക്ഷൻ ആയി എന്നുള്ളത്. അതേസമയം ഇപ്പം ജർമ്മനിയുടെ കാര്യത്തിലാണെങ്കിലും ഫ്രാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും 100% വിസയാണ് ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് പോയിരിക്കുന്ന കുട്ടികൾ. പൊതുവേ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് മിക്കവാറും എല്ലാ കുട്ടികൾക്കും. പ്രൊവൈഡഡ് അവരുടെ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ എങ്ങനെയാണ് അഡ്മിഷന് വേണ്ടിയിട്ടാണെങ്കിലും വിസ ആപ്ലിക്കേഷൻ ആണെങ്കിലും എങ്ങനെ നമ്മളത് ക്രമീകരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അവരുടെ വിസ സക്സസ് റേറ്റും ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രാൻസ്, ജർമ്മനി രണ്ടും നമ്മൾ നന്നായിട്ട് കവർ ചെയ്തു പറഞ്ഞു എന്നാണ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ രാജ്യത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് അയർലൻഡാണ്. ഇപ്പോൾ അയർലൻഡ് നമ്മളൊക്കെ പണ്ടോട്ട് കേട്ട് വന്നിരിക്കുന്നത് മലയാളി നേഴ്സുമാരുടെ ഒരു സ്ഥലമായിട്ടാണ്. അപ്പോൾ മറ്റ് കോഴ്സുകളും മറ്റ് സാധ്യതകളും ഒക്കെ ഇപ്പം ഓപ്പൺ ആണോ അയർലൻഡിൽ? അയർലൻഡിൽ ഇപ്പം ഏറ്റവും നല്ല 2 ഏരിയ എന്ന് പറയുന്നത്, അത് സ്റ്റഡീസിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് കോഴ്സസ്, രണ്ടാമത്തത് IT പ്രോഗ്രാംസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ സെക്കൻഡ് IT ഹബ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അയർലൻഡിനെ വിശേഷിപ്പിക്കാം. കാരണം വെച്ചാൽ ഗൂഗിൾ, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള ടോപ്പ് IT കമ്പനീസിൻ്റെ യൂറോപ്പിലൊരു മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അയർലൻഡാണ്. പിന്നെ നമുക്കറിയാം വളരെ കാലങ്ങൾക്ക് മുൻപേ ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കിയ അല്ലെങ്കിൽ എറിക്സൺ ഇതുപോലുള്ള കമ്പനികളൊക്കെ തന്നെ അയർലൻഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ സയൻസിന് എന്തുകൊണ്ട് ഇത്രമാത്രം ഒരു ഹോട്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 10 ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എടുക്കുകയാണെങ്കിൽ അതിൽ 9 എണ്ണവും അയർലൻഡിൽ നിന്നാണ്. അപ്പം ആ ടൈപ്പ് ഓഫ് കമ്പനികൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഫാർമസ്യൂട്ടിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം തൊഴിലവസരങ്ങളാണ് അയർലൻഡിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ തൊഴിലുകൾക്ക് മറ്റും ആവശ്യത്തിനുള്ള മാൻ പവർ സപ്പോർട്ടും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അതിനനുസരിച്ചുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിച്ചിറങ്ങണം. അപ്പോൾ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ അയർലൻഡിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പോലുള്ള കോഴ്സ് അവർക്ക് താല്പര്യമുള്ളൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ജോബ് പ്രോസ്പെക്റ്റീവായിട്ടുള്ളൊരു സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് അവർക്ക് അയർലൻഡിനെ കാണാൻ പറ്റും, ഈ IT തന്നെ. പിന്നെ ഓബിയസ്ലി നേഴ്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് അയർലൻഡ്. കാരണം എഗെയിൻ നേഴ്സസിൻ്റെ ഷോർട്ടേജ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് അയർലൻഡ്. നമ്മളിപ്പോൾ UK ഒരു മറ്റൊരു സംസ്ഥാനമായിട്ടാണ് പൊതുവെ നമ്മൾ കരുതുന്നത് അയർലൻഡിനെ. പക്ഷേ UK കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പലപ്പോഴും നമ്മളിപ്പം അവിടുത്തെ വീണ്ടും പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടുന്ന കാര്യത്തിലൊക്കെ വരുന്നത്. അങ്ങനെ തന്നെയാണോ അയർലൻഡിലും? അതോ അയർലൻഡ് കുറച്ചുകൂടി ലിബറലാണോ ജോലി കിട്ടുന്ന കാര്യമൊക്കെ? അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ എണ്ണം ഇപ്പം നിലവിൽ വലിയ തോതിലുള്ളൊരു ഒഴുക്ക് അയർലൻഡിലേക്ക് ആയിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡ്വാൻറ്റേജാണ്. ഇനി നാളെ എന്താകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം കുട്ടികൾ പോകുന്നതിൻ്റെ എണ്ണം വെച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് ആവശ്യത്തിന് ജോബ്സ് കിട്ടാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇപ്പം അയർലൻഡിലുണ്ട്. പിന്നെ കോഴ്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും മറ്റു രാജ്യങ്ങളിലുള്ള പോലെ തന്നെ പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് അലോഡാണ്. ആഴ്ചയിൽ 20 മണിക്കൂർ അവർക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാം. കോഴ്സിന് ശേഷം സ്റ്റേ ബാക്ക് ഉണ്ട്. അത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ 1 വർഷം സ്റ്റേ ബാക്കും, ഗ്രാജുവേഷൻ ലെവലിലുള്ള പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ കോഴ്സ് കഴിഞ്ഞാൽ 2 വർഷത്തെ സ്റ്റേ ബാക്കും അവർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ അയർലൻഡിൽ പോയിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തി നോക്കുകയാണെങ്കിൽ പോയ കുട്ടികളാരും തന്നെ മടങ്ങി വരുന്നില്ല. ഇപ്പം നേരത്തെ വൈചാട്ടൻ ചോദിച്ച പോലെ UK പോയിട്ട് മടങ്ങി വരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അയർലൻഡിൻ്റെ കേസിൽ വരുന്നില്ല. അതായത് അവർക്ക് അവിടെ എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് ധാരാളം ഉള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് അവിടെ കോഴ്സ് കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് ചെയ്യാനും സബ്സിക്വൻ്റ് ആയിട്ട് അവർക്ക് അവിടെ എംപ്ലോയ്മെൻറ്റിലേക്ക് മാറാനും സാധിക്കുന്നത്. അതുപോലെ ട്യൂഷൻ ഫീയുടെ കാര്യത്തിൽ അയർലൻഡ് എങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആണോ? അത്ര എക്സ്പെൻസീവ് അല്ല. ഇന്ത്യൻ കറൻസിയിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ടൊരു 12 lakhs തൊട്ട് മുകൾപോട്ടാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. അതുപോലെ IELTS പഠിച്ചിട്ട് വേണോ അവിടെ? IELTS നിർബന്ധമില്ല. പകരം ഡുലിംഗോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി അളക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് അഡ്മിഷൻ എടുക്കാം, പോകാം. IELTS ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ഡുലിംഗോയുടെ ആവശ്യമില്ല അങ്ങനെ വരുമ്പോൾ. അതുപോലെ എങ്ങനെയാണ് നമ്മളിപ്പോൾ അയർലൻഡിലേക്ക് അപ്ലൈ ചെയ്യുന്നവരിൽ എത്ര % ഒക്കെയാണ് സക്സസ് റേറ്റ് ഉള്ളത്? ഫെയർ ഫ്യൂച്ചറിൽ 99% ആണ് വിസ സക്സസ് റേറ്റ്. പ്രൊവൈഡഡ് ഇപ്പം ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് എംബസി വിസ ആപ്ലിക്കേഷൻ ടൈമിൽ നോക്കുന്നത്.
ഇപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ആവശ്യത്തിന് ഈ കോഴ്സിൻ്റെ ട്യൂഷൻ ഫീസിനും അതോടൊപ്പം തന്നെ ലീവിങ് എക്സ്പെൻസിനും അപ്പ് ആൻഡ് ഡൗൺ ട്രാവലിനും ഒക്കെയുള്ള ഫണ്ട് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരുടെ മുൻപിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ഫെയർ ഫ്യൂച്ചർ കൃത്യമായിട്ട് അതിൻ്റെ ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. 99% ആണ് ഫെയർ ഫ്യൂച്ചറിൻ്റെ വിസ സക്സസ് റേറ്റ് നിലവിൽ അയർലൻഡിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ശരി. അപ്പോൾ കാര്യം ഇങ്ങനെ പുതിയ രാജ്യങ്ങളൊക്കെ എമേർജ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും എപ്പോഴും പോകുന്നവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ഈ രാജ്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ബിഗ് ഫോർ തന്നെയായിരിക്കും. US, കാനഡയൊക്കെ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് ഈ പുതിയ രാജ്യങ്ങൾ ഇങ്ങനെ കൂടുതൽ കുട്ടികൾ പോയി തുടങ്ങിയത്? ഈ ബിഗ് ഫോർ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് വന്നുകൊണ്ടാണോ, അവിടെ പോകുന്നതിന് ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണോ, എന്തായിരുന്നു സംഭവിച്ചത്? പുതിയ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകാൻ തുടങ്ങിയത് ആ രാജ്യങ്ങൾ കൊണ്ടുവന്ന പുതിയ കുറേ ഇമിഗ്രേഷൻ നിയമങ്ങളും പിന്നെ അവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ്. പക്ഷേ ബിഗ് ഫോറിനകത്തുള്ള രാജ്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു സെറ്റ് ബാക്ക് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം പൊതുവായിട്ടിപ്പോൾ ഉണ്ട്. അതിലിപ്പോൾ ആദ്യം എടുത്ത് പറയുന്നത് കാനഡയുടെ കാര്യത്തിലാണ്. കാനഡ ശരിക്കും പറഞ്ഞാൽ കോവിഡിന് ശേഷമാണ് വലിയൊരു ഒഴുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ അവിടേക്ക് ഉണ്ടായത്. ഒരു സുനാമി പോലെയാണ് കുട്ടികൾ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അന്നേരം ഉണ്ടായ ചില അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് കഴിഞ്ഞപ്പം കനേഡിയൻ ഗവൺമെൻറ് അവിടെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസിനും പ്രൈവറ്റ് കോളേജുകളും തമ്മിലുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ പ്രകാരം പ്രൈവറ്റ് കോളേജസിലേക്കും കുട്ടികൾ പഠിക്കാനായിട്ട് വരാൻ പറ്റുന്നൊരു സൗകര്യം അവർ കൊടുത്തു. അപ്പോൾ ഈ ഇത്രമാത്രം കുട്ടികൾ പോയതിനകത്തൊരു ഭൂരിഭാഗം കുട്ടികളും ചെന്നത് പ്രൈവറ്റ് കോളേജസിലേക്കാണ്. പക്ഷേ പ്രൈവറ്റ് കോളേജ് ആണെങ്കിലും അവർ ഒരു PPP എന്ന് പറഞ്ഞാൽ, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് കോളേജസിൽ പഠിക്കാൻ പോയ കുട്ടികളൊക്കെ തന്നെ അവിടെ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് കോഴ്സസ് ഉണ്ട്. അത് കൂടുതലും ഈ ജനറിക് കോഴ്സുകളാണ്. ബിസിനസ് മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കളിനറി പോലുള്ള കോഴ്സുകൾക്കാണ് അവർ കൂടുതലും വരുമ്പോൾ. പക്ഷേ ഇത്രമാത്രം കുട്ടികൾ ഈ ഒരു പ്രൈവറ്റ് കോളേജ് പഠിക്കാൻ പോകുമ്പം ആ കോളേജിൻ്റെ പഠന നിലവാരം എന്താണെന്നോ അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ഏത് തരത്തിലുള്ളവരാണെന്നോ ഒന്നും ഒരു വ്യക്തമായ ധാരണയോ ഒരു റിസർച്ചോ ഹോംവർക്കുകളോ ഒന്നും നടത്താതെയാണ് ഈ കുട്ടികൾ പോയതും ആ കുട്ടികളെ അങ്ങോട്ടേക്ക് ഈ നാട്ടിലെ പല ഏജൻസികളും അയക്കുകയും ചെയ്തത്. ഞങ്ങൾ അപ്പോഴും പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും പബ്ലിക് കോളേജസിലും മാത്രമേ ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് കുട്ടികളെ അയക്കുന്നുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല പല സ്റ്റുഡൻസും പേരൻസും നമ്മളോട് വന്നിട്ട് അവിടെയുള്ള ഈ പ്രൈവറ്റ് കോളേജസിൽ ഈവൻ IELTS പോലും ഇല്ലാതെ അഡ്മിഷൻ കിട്ടുമല്ലോ, ഞങ്ങൾക്കത് അറേഞ്ച് ചെയ്ത് തരാമെന്ന് വെച്ചാൽ നമ്മളവരെ വിലക്കിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാനഡയിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഏത് കോഴ്സുകൾ എടുക്കുന്നതാണ് ബെസ്റ്റ്? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഈ ചോദിച്ചത്. കാരണം നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് പ്രോഗ്രാംസ് നമുക്കതിനകത്ത് കാണാൻ പറ്റും. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ പഠിക്കാൻ പോകാനും പഠിച്ച ശേഷം ഒരു എംപ്ലോയ്മെൻറ്റും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം കാനഡയിൽ വരുന്നതെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലെ എല്ലാ പ്രോഗ്രാംസിനും കോഴ്സ് കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ നിന്നിപ്പം ഒരു BCom കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ BCom കഴിഞ്ഞ സ്റ്റുഡൻസിന് അവരുടെ ബിസിനസ് പ്രോഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഏത് കോഴ്സിന് അഡ്മിഷൻ എടുത്താലും കോഴ്സിന് ശേഷം സ്റ്റേ ബാക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് കനേഡിയൻ ഗവൺമെൻറ് അവരുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ ഏരിയാസിലാണോ കാനഡയിൽ മാൻ പവർ ഷോർട്ടേജ് ഉള്ളത് ആ ഏരിയാസിലുള്ള കോഴ്സ് അല്ലെങ്കിൽ ആ ഏരിയയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നോളജ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ടൈപ്പ് ഓഫ് കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അവർ അതിനകത്തുനിന്ന് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കോഴ്സുകൾക്കായിരിക്കും കോഴ്സിന് ശേഷം അതിനെ കോഡ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ഉള്ള കോഴ്സുകൾ എന്നൊക്കെയാണ് അതിനെ ടെക്നിക്കലി പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കോഴ്സ് പഠിക്കാൻ പോകുന്നു, കോഴ്സിന് ശേഷം അവർക്കവിടെ സ്റ്റേ ബാക്ക് ഉദ്ദേശിച്ചിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ BCom കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് എല്ലാ ബിസിനസ് പ്രോഗ്രാംസിനും സ്റ്റേ ബാക്ക് കിട്ടില്ല. പകരം സെലക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും. ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കനേഡിയൻ ഗവൺമെൻറ്. അവർ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് കോഴ്സുകൾ അതിനകത്ത് യൂണിവേഴ്സിറ്റി തന്നെ കോഡ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് റിലേറ്റഡ് പ്രോഗ്രാംസ്, ദെൻ ബിസിനസ് അനലിറ്റിക്സ്, ഡാറ്റാ സയൻസ് പോലെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെയാണെങ്കിൽ ബിസിനസ് പ്രോഗ്രാംസ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കോഴ്സ് ആണെങ്കിൽ അവർക്ക് സ്റ്റേ ബാക്ക് കിട്ടും. അല്ലാതുള്ള പ്രോഗ്രാംസ് പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേ ബാക്കുള്ള പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഇനി ഒരു പ്രൈവറ്റ് കോളേജിലും ഇല്ല, പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. സെയിം തന്നെയായിരിക്കും മറ്റ് ഏരിയയിൽ. ഇപ്പോൾ നമ്മൾ നേഴ്സിങ്ങിൻ്റെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രോഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ, എഞ്ചിനീയറിങ്ങിൻ്റെ പ്രോഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ, ഇതിനകത്തെല്ലാം തന്നെ ഏതൊക്കെ പ്രോഗ്രാംസിനാണ് സ്റ്റേ ബാക്ക് കിട്ടുന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ധാരണയോടുകൂടി അവർക്ക് കാനഡയിൽ പഠിക്കാൻ പോകാം. അതായത് കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കോഴ്സ് പഠിച്ചാൽ സ്റ്റേ ബാക്ക് കിട്ടും, ഇന്ന കോഴ്സിന് സ്റ്റേ ബാക്ക് ഇല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ അത് കൺസൾട്ടൻ്റ് ആണ് സ്റ്റുഡൻറ്റിന് അത്
കാണിച്ചു കൊടുക്കേണ്ടത്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് നാളെ പോയിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് അവർക്ക് പോവാതെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറി. ഒപ്പം മറ്റൊരു കാര്യം, എംപ്ലോയ്മെൻറ്റ് സക്സസ് റേറ്റും വളരെ കൂടി. അതുകൊണ്ട് തന്നെ കാരണം അവിടെ മാൻ പവർ ഷോർട്ടേജ് ഉള്ളൊരു ഏരിയയിലേക്കാണ് ഇങ്ങനെ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഒരു കുട്ടി അങ്ങനെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്യുമ്പോൾ അവരെ അന്വേഷിച്ച് എംപ്ലോയേഴ്സ് വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും അവർക്ക് ഈ സ്റ്റുഡൻസിന് എംപ്ലോയ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻറ്റേൺഷിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളും എംപ്ലോയേഴ്സുമായിട്ട് ചേർന്നിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് കോഴ്സിനോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. അതും അവർക്ക് ഈ പറയുന്ന പോലെ ജോബിന് അവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാനഡയിൽ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. കുട്ടികളുടെ എണ്ണം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടാകാം, എങ്കിൽ പോലും ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുനാമി പോലെ കുട്ടികൾ കാനഡയിൽ പോയത് ഇപ്പം തീർന്നു. ഇപ്പം ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. ഏറ്റവും കൃത്യമായിട്ട് വിസ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നവർക്കാണ് വിസയും കിട്ടുന്നത്. അങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം നേരത്തെ 100 കുട്ടികൾ പോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 5 കുട്ടികളെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 5 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സേഫായിട്ടൊരു സിറ്റുവേഷനിലേക്കാണ് അവർ കാനഡയിൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ. കാരണം അഡ്മിഷൻ കിട്ടുമ്പോഴാണെങ്കിലും വിസ കിട്ടുമ്പോഴാണെങ്കിലും ഒരുപാട് ക്രൈറ്റീരിയ അവർ ഫുൾഫില്ല് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ മാൻ പവർ റിക്വയർമെൻറ്റ് അനുസൃതമായിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിൽ കൂടി അവരുടെ കോഴ്സ് കഴിഞ്ഞാലുള്ള ജോബ് ചാൻസസും 10 മടങ്ങായിട്ട് ഇപ്പോൾ കൂടി. അപ്പോൾ അത് കാനഡയുടെ കാര്യം. മറ്റ് ബിഗ് ഫോറിൽ ഇനി 3 രാജ്യങ്ങൾ കൂടിയുണ്ട്. അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ യു കെയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു കെയിൽ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനാണ് യു കെ ഏറ്റവും നല്ലത്. അതായത് അവരുടെ പ്രൈം ഇൻറ്റൻഷൻ സ്റ്റഡി എന്നുള്ളതാണെങ്കിൽ യു കെ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. മാത്രമല്ല ഇപ്പോൾ നമുക്ക് യു എസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ യു എസിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസാണ്. പക്ഷേ ഐവി ലീഗിൻ്റെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 70 ലക്ഷം തൊട്ട് മേൽപോട്ടൊക്കെയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. നേരെ മറിച്ച് ഐവി ലീഗിൻ്റെ സെയിം സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസാണ് യു കെയിലെ റസൽസ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ റസൽസിലൊക്കെ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐവി ലീഗിൽ വരുന്ന ട്യൂഷൻ ഫീസ് പോലെയല്ല റസൽസിൽ വരുന്ന ഏതാണ്ട് ഒരു 30 ലക്ഷം ആണ് ആവറേജ് ട്യൂഷൻ ഫീസ് വരുന്നത്. പഠിച്ചത് റസൽ ഗ്രൂപ്പിൽ പെടുന്ന ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചത്. ആ ഒരു ഫീസായിരുന്നു അവിടെ. കോഴ്സ് കഴിഞ്ഞ് എംപ്ലോയ്മെൻറ്റും ആയിരുന്നു. അതെ. അപ്പം യു കെയിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയ്മെൻ്റ് എന്നുള്ളത് സെക്കൻഡറിയാണ്. അതേസമയം ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ഇന്നും യു കെ. പിന്നെ യു കെയിൽ ഇപ്പം സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ അഡ്മിഷൻ തൊട്ടടക്കം കാസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഇൻ്റർവ്യൂവും മറ്റുമുണ്ട്. അതിനൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയിരുന്നത് പോലുള്ള ഒരു ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇപ്പോൾ യു കെയിലേക്കില്ല. പകരം ശരിക്കും ജെനുവിനായിട്ടും സീരിയസ് ആയിട്ടും പഠിക്കാൻ ഉദ്ദേശിച്ച് വരുന്ന കുട്ടിയാണോ എന്നുള്ളത് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ എംബസിയും പ്രോപ്പറായിട്ടുള്ള അവരുടെ ഇൻവെസ്റ്റിഗേഷനും മറ്റും കഴിഞ്ഞ ശേഷം വെരിഫിക്കേഷനും കഴിഞ്ഞ ശേഷമാണ് അഡ്മിഷനും വിസയും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ബൈജു ചേട്ടൻ്റെ മോളെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പോകുന്ന കുട്ടികൾക്ക് ആർക്കും തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിൽ കൂടെ അവർ പോകുന്നതുകൊണ്ടായിരിക്കാം എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പോൾ പൊതുവെ കേൾക്കുന്നില്ല. കൃത്യമായിട്ട് അവർ കോഴ്സിന് സെലക്ഷൻ ചെയ്യുന്നു, പഠിക്കാനായിട്ട് പോകുന്നു. പഠിച്ചു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലും വലിയ പ്രയാസം ഉണ്ടാകുന്നില്ല. എംപ്ലോയ്മെൻറ്റിലേക്ക് അവർ മാറുന്നു. സബ്സിക്വൻ്റ് ആയിട്ട് അവർക്ക് അവിടെ എന്തൊക്കെയാണോ PR-ലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവരുടെ സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ചിട്ട് അതും അവർ ചെയ്യുന്നു. അതല്ല, അവർക്കൊരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടിയതിൻ്റെ പ്രകാരം ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോയാൽ ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഇപ്പോൾ അവർക്ക് കിട്ടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ US-ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐവി ലീഗിൽ തന്നെ പഠിക്കണമെന്നാണോ അപ്പം പറയുന്നത്? ഐവി ലീഗ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അവിടുത്തെ അഡ്മിഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ ഞാൻ എന്ന് പോകുന്നൊരു സ്റ്റുഡൻറ്റ് ആദ്യമേ തന്നെ മുൻകൂട്ടി മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് അഫോർഡബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. കാരണം ഹൈ ട്യൂഷൻ ഫീസാണ് അവിടെയുള്ളത്. പക്ഷേ ഐവി ലീഗിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്ന ധാരാളം യൂണിവേഴ്സിറ്റീസ് US ലുണ്ട്. അതെ, ഇപ്പം US ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഏജൻസിഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു സർട്ടിഫിക്കേഷൻ ഫോർമാലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് കൗൺസിൽ എന്നാണ് പറഞ്ഞത്, AIRC. അപ്പോൾ AIRCയിൽ മെമ്പേഴ്സായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഏജൻസീസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം ഈ AIRC സർട്ടിഫിക്കേഷനുള്ള ഏജൻസീസിനെ മാത്രമേ അവർ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ അവരുടെ സ്റ്റുഡൻറ്റ് റിക്രൂട്ട്മെൻറ്റ് പാർട്ണറായിട്ട്. കേരളത്തിൽ നിന്നും AIRC സർട്ടിഫിക്കേഷനുള്ള ഒരേ ഒരു ഏജൻസി ഫെയർ ഫ്യൂച്ചർ മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഐവി ലീഗിനോടൊപ്പം തന്നെ അതേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന ധാരാളം മറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ്
യു എസിലുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളുടെ യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ തന്നെ ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും. പക്ഷേ ഐവി ലീഗിലുള്ള പോലെ അത്രയും ഹൈ ട്യൂഷൻ ഫീസ് ഇല്ല. അഡ്മിഷൻ റിക്വയർമെന്റ് പലപ്പോഴും നമ്മൾ നോക്കുമ്പം ഐവി ലീഗിലും ഇവിടെയൊക്കെ തന്നെ സെയിം റിക്വയർമെന്റ് വരുന്നത്. പക്ഷേ ട്യൂഷൻ ഫീസ് തുലവും കുറവായിരിക്കും ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ. പിന്നെ അവർക്ക് കോഴ്സിന് ശേഷം OPT എന്ന് പറഞ്ഞിട്ട് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് 3 കൊല്ലത്തെ സ്റ്റേ ബാക്ക് കിട്ടും. സ്റ്റെം കാറ്റഗറിയിലുള്ള കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ. സ്റ്റെം എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. ഇപ്പോൾ നേരത്തെ ബിസിനസ് പ്രോഗ്രാമിന് പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ പൊതുവെ സ്റ്റെമ്മിനകത്ത് വരികയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ബിസിനസ് പ്രോഗ്രാംസിനകത്തും സ്റ്റെം റിലേറ്റഡ് MBA തന്നെ സ്റ്റെമ്മിനകത്ത് വരുന്ന MBA പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാറ്റാ സയൻസ്, ബിസിനസ് അനലിറ്റിക്സ് പോലുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ US അങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കുന്ന കുട്ടികൾക്ക് കോഴ്സിന് ശേഷം 3 കൊല്ലത്തെ സ്റ്റേ ബാക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം US പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു സ്റ്റഡി ഏരിയയാണ് നേഴ്സിംഗ് പ്രോഗ്രാം. നേഴ്സിംഗ് പ്രോഗ്രാം പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കിട്ടുന്നൊരു പ്ലസ് പോയിന്റ്, അവിടെ 4 ഇയർ BSc നേഴ്സിംഗ് നമുക്ക് ഇവിടുന്ന് +2 കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പോകാം. അപ്പോൾ ഈ 4 ഇയർ BSc നേഴ്സിങ്ങിന് പലപ്പോഴും നമ്മുടെയൊക്കെ ധാരണ വലിയ ട്യൂഷൻ ഫീസ് വരുന്നത് അങ്ങനെയില്ല. ഇപ്പം ഫെയർ ഫീച്ചറിൽ നിന്ന് ധാരാളം കുട്ടികൾ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഡക്കോട്ടയിൽ BSc നേഴ്സിങ്ങിന് പോകുന്നുണ്ട്. അതിൻ്റെ ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസിയിൽ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 8 lakhs പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ. ലീവിങ് എക്സ്പെൻസും ഏതാണ്ട് ഒരു 8 lakhs പെർ ഇയറേ വരുന്നുള്ളൂ. പക്ഷേ ഈ 4 വർഷത്തെ BSc നേഴ്സിംഗ് കഴിയുമ്പോഴേക്കും ഈ കോഴ്സിനകത്തുകൂടി തന്നെ യൂണിവേഴ്സിറ്റി തന്നെ കുട്ടികൾക്ക് ഹോസ്പിറ്റൽസിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഇതിനോടൊപ്പം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 ഇയർ BSc നേഴ്സിംഗ് കഴിഞ്ഞൊരു കുട്ടിക്ക് അവിടെ കോഴ്സ് കഴിഞ്ഞാൽ ആദ്യം OPT കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പെർമനൻ്റ് ആയിട്ട് അവിടെ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് മാറണമെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ, അതായത് F1 എന്നുള്ള കാറ്റഗറിയിലാണ് ഈ കുട്ടികളൊക്കെ തന്നെ. ലോകത്തിലെ ഏത് രാജ്യത്തു നിന്ന് വരുന്ന കുട്ടികളും US പഠിക്കാൻ വരുന്നത് F1 കാറ്റഗറിയിലുള്ള സ്റ്റുഡൻറ്റ് വിസയിലാണ്. പക്ഷേ F1 കാറ്റഗറിയിലുള്ള കോഴ്സ്, ഇപ്പോൾ സ്റ്റെം കാറ്റഗറിയിലുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ആണെങ്കിലും ബിസിനസ് പ്രോഗ്രാം ആണെങ്കിലും അവരൊക്കെ തന്നെ കോഴ്സ് കഴിഞ്ഞാൽ ഒരു H1B വിസ ആപ്ലിക്കേഷൻ ഒരു എംപ്ലോയർ സ്പോൺസർ ചെയ്തിട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. അതാണ് അവർക്ക് ഫുൾ ടൈം ആയിട്ട് ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് വരാനുള്ള വിസ എന്ന് പറയുന്നത്. അപ്പോൾ F1 നിന്ന് അവർ H1 മാറണം. പക്ഷേ ഒരു വർഷം US 65,000 H1B വിസ US ഗവൺമെൻറ് കൊടുക്കുകയുള്ളൂ. പക്ഷേ ഈ 65,000 H1B വിസ കൊടുക്കാനായിട്ട് അവർ അതിനുള്ള ലോട്ട് ഓപ്പൺ ആക്കുമ്പം എല്ലാ വർഷവും കണ്ടുവരുന്നത് ഏകദേശം 3.5 ലക്ഷം ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3.5 ലക്ഷം പേരിൽ നിന്നും 65,000 പേരെ ലോട്ടറി ഇട്ടിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഒരു ലോട്ടറി സിസ്റ്റത്തിൽ കൂടിയാണ് ഇവരെല്ലാവരും തന്നെ എലിജിബിൾ ആണെങ്കിൽ പോലും H1 കിട്ടുകയോ കിട്ടില്ല എന്നുള്ള വിചാരിക്കുന്നത് കാണേണ്ടത്. പക്ഷേ US BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അവർ US നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലാണ് അവരൊരു ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റിലേക്ക് മാറുന്നതെങ്കിൽ അവർക്ക് ഈ H1B വിസയുടെ ആപ്ലിക്കേഷനിലെ ലോട്ടറി സിസ്റ്റത്തിൽ അവർ വരില്ല. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് H1B കൊടുക്കാനുള്ളൊരു സൗകര്യം US ഗവൺമെൻറ് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ പഠിക്കാൻ പോയ ഒരു സ്റ്റേറ്റാണ് US ഏതാണ്ട് ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഡക്കോട്ട. സൗത്ത് ഡക്കോട്ടയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഡക്കോട്ടയിലേക്കാണ് ഫെയർ ഫീച്ചറിൽ നിന്നും കുട്ടികളിപ്പം BSc നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഇൻടേക്കിൽ പോയ കുട്ടികൾക്ക് 100% വിസ സക്സസ് ആണ്. അതും +2 കഴിഞ്ഞ് പോയ കുട്ടികളാണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് BSc നേഴ്സിങ്ങിന് 100% വിസ സക്സസ്സോട് കൂടിയിട്ട് ആ കുട്ടികൾക്ക് പഠിക്കാൻ പോയി എന്നുള്ളത് മാത്രമല്ല, ഈ കുട്ടികൾക്ക് എംപ്ലോയ്മെൻറ്റ് പോസിബിലിറ്റി എന്താണ് ആ സ്റ്റേറ്റിൽ നിന്നുള്ളതും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 2000 നേഴ്സസിൻ്റെ വേക്കൻസീസാണ് ഫില്ലാവാതെ ഈ സൗത്ത് ഡക്കോട്ട സ്റ്റേറ്റിൽ മാത്രം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ US ബാക്കിയുള്ള 52 സ്റ്റേറ്റിൻ്റെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ സ്റ്റേറ്റിലും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം സഫീഷ്യൻ്റ് ആയിട്ടുള്ള നേഴ്സസിൻ്റെ കുറവ് അവർക്ക് ഫുൾഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന BSc നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് വലിയ കടമ്പകളില്ലാതെ തന്നെ H1B വിസയിലേക്ക് വരാൻ സാധിക്കുന്ന തരത്തിൽ അവിടുത്തെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വരെ മാറ്റം വരുത്തുന്നു. ഇത് എത്ര പേർക്ക് അറിയാം? ഇപ്പോൾ അത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 4 വർഷം പഠിക്കാൻ വേണ്ടി 65 ലക്ഷം രൂപയുള്ളൂ. 65 ലക്ഷം രൂപയ്ക്ക് പഠിച്ച് അവിടെ തന്നെ ജോലി കിട്ടാവുന്നൊരു സാധ്യതയാണ്. മാത്രമല്ല കോഴ്സിന് ശേഷം അവർക്കൊരു നേഴ്സായിട്ട് ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് വന്നാൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഏതാണ്ട് ഇന്ത്യൻ കറൻസിയിൽ ഒരു ഫുൾ ടൈം നേഴ്സായി കഴിഞ്ഞാൽ പെർ ഇയർ ഒരു 75 lakhs മുതൽ 1 crore വരെ അവർക്ക് ഏണിംഗ് പൊട്ടൻഷ്യലാണ് ഒരു നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് US വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്നത്. എൻ്റെ തന്നെ പല ഫ്രണ്ട്സിൻ്റെയും വൈഫ്സ് അവരിപ്പം നേഴ്സസായിട്ട് അവിടെ വന്ന ശേഷം ഹസ്ബൻഡ്സിനേക്കാളിലും വലിയ വരുമാനമാണ് ഇപ്പോൾ അവർക്ക് അവിടെ ഉള്ളത്. അപ്പോൾ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡി ഏരിയാസിൽ US അതുകൊണ്ട് ഐവി ലീഗ് എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ അതിനെ കാണേണ്ട ആവശ്യമില്ല. ഐവി ലീഗിനോടൊപ്പം തന്നെ
കിടനിൽക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റഡി പ്രോഗ്രാംസ് കിട്ടുന്ന ധാരാളം മറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമുക്ക് ലെസറായിട്ടുള്ളൊരു ട്യൂഷൻ ഫീസിൽ അവിടെ പഠിക്കാം, പ്രോപ്പറായിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. ഏത് ടൈപ്പ് കോഴ്സ് എടുത്താലും സ്റ്റെം കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും. ആ സമയത്ത് H1B വിസയുടെ ആവശ്യമില്ല. അതിനുശേഷം പിന്നെ അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് H1Bയിലേക്ക് മാറേണ്ടത്. ആ സമയമാകുമ്പോൾ അവർക്ക് അതുവരെ പഠിച്ചതിൻ്റെയും ആ 3 വർഷം വർക്ക് ചെയ്ത വർക്ക് എക്സ്പീരിയൻസിൻ്റെയും ആ ഒരു സപ്പോർട്ട് കൂടിയിട്ട് H1Bയിലേക്ക് സ്പോൺസർ ചെയ്യാനുള്ള എംപ്ലോയറേയും അവിടെ നിന്ന് കിട്ടാനായിട്ടുള്ള സാധ്യത ഇപ്പോൾ US ഉണ്ട്. അപ്പോൾ US എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്ക് US ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിട്ടാമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഇത്തരം സാധ്യതകൾ അവിടെയുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. ഇപ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് ഈ സ്റ്റഡി അബ്രോഡിനകത്ത് ഇപ്പോൾ പല കുട്ടികളും നോക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ്. വാട്സാപ്പിൽ കാണുന്ന കാര്യങ്ങളോ ഫേസ്ബുക്കിൽ കാണുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബിൽ ആരെങ്കിലും അമച്ചർ ലെവലിൽ വന്ന് പറയുന്ന കാര്യങ്ങളോ ആയിരിക്കത്തില്ല യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അവരെ ഗൈഡ് ചെയ്യാനും പറ്റുന്ന ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് അവർക്ക് ഇവിടെ തന്നെ കിട്ടുമെങ്കിൽ അതിലൂടെ വേണം അവരെപ്പോഴും പോകാനായിട്ട്. അപ്പോൾ US കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല, AIRC സർട്ടിഫിക്കേഷനുള്ള ഒരു കൺസൾട്ടൻ്റ് ആണോ ഇപ്പം ബിൽഡേഴ്സിൻ്റെ കാര്യത്തിൽ റേറെയൊക്കെ ഉള്ളതുപോലെയാണ് AIRC എന്ന് പറയുന്നത്. അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട് പ്രാപ്തരായിട്ടുള്ള ഒരു ഏജൻസിയിലാണോ ഞാൻ പോകുന്നതെന്ന് അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു അളവ് കോലെന്ന് പറയുന്നത് AIRC സർട്ടിഫിക്കേഷനുള്ള ഒരു ഏജൻസി ആണെന്നാണ്. കേരളത്തിൽ ഫെയർ ഫീച്ചർ മാത്രമേ അക്കാര്യത്തിലുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഫെയർ ഫീച്ചർ എന്നുള്ള കുട്ടികൾക്ക് 100% വിസ സക്സസും കിട്ടുന്നത്. അപ്പോൾ ഇനി ഒരു രാജ്യം കൂടാണ് ബാക്കിയുള്ളത്, ഓസ്ട്രേലിയ. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജ്യമാണ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ? ബിഗ് ഫോറിൽ വളരെ നേരത്തെ തൊട്ട് തന്നെ ഉള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ നമുക്കിപ്പോഴും ധാരാളം കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യം തന്നെയാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള രാജ്യമാണ്. ഏറ്റവും നല്ല സ്റ്റഡി ഏരിയാസും ദെൻ അതിനുശേഷം എംപ്ലോയ്മെൻറ്റ് കിട്ടാനും പറ്റുന്ന പ്രോഗ്രാംസിൻ്റെ ഏരിയ എന്ന് പറയുന്ന ഒന്ന് IT, ദെൻ നേഴ്സിംഗ്, ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസാണ് ഇപ്പോഴും അവിടെ ഏറ്റവും നല്ല രീതിയിൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടാനാണെങ്കിലും കോഴ്സ് കഴിഞ്ഞാൽ ജോലി കിട്ടാനാണെങ്കിലും ഏറ്റവും ഉചിതമായിട്ടുള്ള കോഴ്സുകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ള വെച്ചാൽ ഓസ്ട്രേലിയയിൽ അവർക്ക് PR ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യം തന്നെയാണ്. പ്രൊവൈഡഡ് നമ്മൾ ഏത് പ്രൊവിൻസിൽ, കാരണം ഈ പറഞ്ഞ പോലെ പല ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിലെ ഓരോ ഏരിയാസിൻ്റെയും അവിടുത്തെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ PR ആപ്ലിക്കേഷൻ സമയത്ത് അവരത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെറ്റിൽമെൻറ്റും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് അവർ പോകുന്നതെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഉള്ള വിസ ആപ്ലിക്കേഷൻ മറ്റും ഫയൽ ചെയ്യുമ്പം കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. പേരൻസിൻ്റെ സ്പോൺസറിങ്ങിലാണ് അവർ പോകുന്നതെങ്കിൽ പേരൻസിന് IT റിട്ടേൺസ് ഫയൽ ചെയ്ത ഡോക്യുമെൻറ്റ്സ് കാണിക്കാനുണ്ടാവണം. മിനിമം ഒരു 14 to 15 lakhs ഇൻകം അവർക്കുണ്ടെന്നുള്ളത് തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ് IT റിട്ടേൺസിലും മറ്റും അല്ലെങ്കിൽ അവരുടെ സാലറി ഷീറ്റ്സിലും മറ്റും അതൊക്കെ ഉണ്ടായിരിക്കണം. ദെൻ കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ സ്റ്റേ ബാക്കും, മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ സ്റ്റേ ബാക്കും കിട്ടും. പിന്നെ PR ആപ്ലിക്കേഷനൊക്കെ അതിലൂടെ തന്നെ അവർക്ക് ഫയൽ ചെയ്ത് മുന്നോട്ട് പോയിട്ട് PRലേക്ക് മാറാനായിട്ട് സാധിക്കും. മാസ്റ്റേഴ്സിന് പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്പൗസിനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എനി ടൈപ്പ് ഓഫ് ജോബ്സ് ഓസ്ട്രേലിയയിൽ ചെയ്യാം. അപ്പോൾ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ സ്പൗസ് വർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം അവർക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം രാജ്യങ്ങളല്ലാതെ ഇനിയിപ്പോൾ ഏതാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ രാജ്യമുള്ളത്? ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത് ഓസ്ട്രിയയാണ്. യൂറോപ്പിൽ ഓസ്ട്രിയയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രീ എഡ്യൂക്കേഷനാണ്. ജർമ്മനിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടാനുള്ള ക്രൈറ്റീരിയ കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ട്യൂഷൻ ഫീസ് ഇല്ലാതെ അവിടെ പഠിക്കാനായിട്ട് പോകാൻ പറ്റും. ധാരാളം സ്റ്റുഡൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങി. ഓസ്ട്രിയ ഇപ്പം വലിയൊരു ഹോട്ട് ഡെസ്റ്റിനേഷനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഒരു ഫ്ലോ അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യ എന്നുള്ള കുട്ടികൾക്ക് ഇപ്പം ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ഇൻടേക്കാണ് അവിടെ കിട്ടുന്നത്. മാർച്ചിലും സെപ്റ്റംബറിലുമാണ് ഓസ്ട്രേലിയ ഇൻടേക്സ് അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ വരുന്നത്. ഏതാണ്ട് ഒരു 2 മാസത്തോളം അഡ്മിഷൻ പ്രോസസ്സിങ്ങിനും കാര്യങ്ങൾക്കും 1 മാസത്തോളം അല്ലെങ്കിൽ 45 ദിവസം പരമാവധി വിസ പ്രോസസ്സിങ്ങിനായിട്ടാണ് ഇപ്പം കണ്ടുവരുന്നത്. അപ്പോൾ മാർച്ചിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതിപ്പോൾ ഒരു റൈറ്റ് ടൈമാണ്. +2 കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിലും മാസ്റ്റേഴ്സിന് പോലുള്ള പ്രോഗ്രാംസിന് ഡിഗ്രി കഴിഞ്ഞവർക്ക് പോകാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് ഇൻടേക്കിൽ അവർക്ക് പോകാനായിട്ട് സാധിക്കും. ലിവിങ് എക്സ്പെൻസിനുള്ള ഫണ്ട് മാത്രം അവർ പ്രോപ്പറായിട്ട് അറേഞ്ച്മെൻറ്റ്സ് അതിന് വേണ്ടി ചെയ്താൽ മതി. അഗെയിൻ ഒരു 10 to 12 lakhs അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അവർ അറേഞ്ച് ചെയ്യണം. ബാക്കി എല്ലാ കാര്യങ്ങളും
നേരത്തെ ഞാൻ പറഞ്ഞ ജർമ്മനിയെ പോലെ തന്നെ പാർട്ട് ടൈമും എല്ലാം അവിടെ പാർട്ട് ടൈം അലൗഡാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മറ്റേതൊരു രാജ്യത്തും കിട്ടുന്ന പോലെ ഇവർക്ക് കിട്ടും. മാത്രമല്ല ഷെങ്കൻ വിസയാണ്. അതെ, ഷെങ്കൻ വിസ ആയതുകൊണ്ട് അവർക്ക് യൂറോപ്യൻ യൂണിയനിൽ കോഴ്സ് കഴിഞ്ഞാലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളും കൂടെ നോക്കാനും കൂടെ ഉള്ള ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ അവർക്ക് ഓപ്പൺ അപ്പ് ചെയ്ത് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജും ഓസ്ട്രിയയുടെ കാര്യത്തിൽ അവർക്ക് കിട്ടും. പിന്നെ ഓസ്ട്രിയ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രിയ. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ശാന്തമായ സുന്ദരമായ ഒരു രാജ്യം കൂടിയാണ്. സ്വിറ്റ്സർലൻഡ് പോലെയാണ് അല്ലേ? സ്വിറ്റ്സർലൻഡിനേക്കാളും കുറച്ചുകൂടി റോയാണ് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യം കൂടെ നമ്മൾ പറയണം. അതെ, വളരെ സേഫ് ആയിട്ടുള്ള രാജ്യമാണ്. ഇന്റർനാഷണൽ സ്റ്റുഡന്റ് വിസയിൽ ധൈര്യപൂർവ്വം പേരൻസിന് കുട്ടികളെ അയക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഓസ്ട്രിയ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഏത് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികളുടെ ഫീഡ്ബാക്കിനകത്ത് അവർ പറയുന്നത്. പിന്നെ ഓസ്ട്രിയയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ജർമ്മൻ ആണ്. പക്ഷേ 70% ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. പിന്നെ ലീവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള പ്രൂഫ് ഓഫ് ഫണ്ട്സ് കാണിക്കേണ്ടത് ഇന്ത്യൻ കറൻസി കാണിച്ചാൽ മതി. ഇന്ത്യൻ കറൻസിയിൽ ഇന്ത്യൻ അക്കൗണ്ടിൽ തന്നെ അവർക്ക് കാണിക്കാം. അപ്പോൾ അതുകൊണ്ടും അവർക്ക് ഈ ഫണ്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് മുൻപ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഒരു 10 to 12 lakhs ഫണ്ട് കാണിച്ചാൽ മതിയാവും. ഇന്ത്യൻ കറൻസിയിലെ എമൗണ്ട് ഇന്ത്യൻ അക്കൗണ്ടിൽ തന്നെ കാണിക്കാം. വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ആണ് എംബസിയിൽ നമുക്ക് ലീവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള പ്രൂഫ് ഓഫ് ഫണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്തപ്പം അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോയി എന്നാണ്. പുതിയ രാജ്യങ്ങൾ, പക്ഷേ ഇതിൽ പറഞ്ഞാലാണ് 4 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു പുതിയ രാജ്യമൊക്കെ ആഡ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ പഴയ രാജ്യങ്ങളെ നിയമങ്ങൾ മാറുന്നു. അത് പിന്നെ ഈ മേഖലയിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഒരു വിഷയം ബാക്കി കിടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയേണ്ടതുണ്ട്. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കൗൺസിലിംഗ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയ ഫെയർ ഫ്യൂച്ചറിൻ്റെ ഒരു ബസ്. എന്താണിത്? ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിയെ വിദേശത്ത് പഠിക്കാൻ വേണമെങ്കിൽ ഞാൻ വിളിച്ചാൽ വീട്ടിൽ വരുമോ കൗൺസിലിംഗ് തരാൻ? തീർച്ചയായിട്ടും വരും, വീട്ടിൽ വരും. തീർച്ചയായിട്ടും. അതായത് ഈ ഒരു സർവീസ് അവർക്ക് ഒരു ഡോർ സ്റ്റെപ്പിൽ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇതിപ്പോൾ കൂടുതലായിട്ടും ഇതിൻ്റെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഇത് ഇപ്പം ചോദിച്ചിരിക്കുന്നത് ഇവിടെയുള്ള കോളേജസ് ആണ്. കോളേജസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾക്ക് കോഴ്സിന് ശേഷം വിദേശ പഠനത്തിൽ കൂടി ഒരു വളരെ നല്ലൊരു കരിയറിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മളിപ്പോൾ നേരത്തെ ജോബ് ഫെയർ ക്യാമ്പസിനകത്ത് നടത്തുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് കോളേജിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ വന്നിരിക്കുന്നതാണ് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പം ഏതൊക്കെ രാജ്യങ്ങളുണ്ട്, അവിടെ ഏതൊക്കെ കോഴ്സസ് ഉണ്ട്, അത് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അവിടെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു A to Z കൗൺസിലിങ് ഈ കോളേജുകൾക്കകത്ത് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാനേജ്മെൻറ്റ് കോളേജിൻ്റെ അവരിപ്പം ഞങ്ങളോട് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഞങ്ങളെ അന്വേഷിക്കുകയും വരികയും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ അത് അവർക്ക് അവിടെ തന്നെ ഈ കൗൺസിലിംഗ് അവരുടെ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുന്നതിന് പകരം നമ്മളുടെ ഈ കാരവൻ നേരെ അവിടെ ചെല്ലുന്നു. സ്റ്റുഡൻസിന് കാരവൻ്റെ ഉള്ളിൽ അതിനായിട്ടുള്ള കൗൺസിലിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. കൗൺസിലിംഗ് അവർക്ക് കാരവൻ്റെ ഉള്ളിൽ വെച്ച് കിട്ടുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈവൻ അഡ്മിഷൻ പ്രോസസ്സിങ്ങും വിസ ഡോക്യുമെൻറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഫെസിലിറ്റീസും സർവീസസും നമുക്ക് അവിടെ ചെന്ന് ഓരോ കോളേജിൻ്റെയും ക്യാമ്പസിൽ പോയി അവിടെ ചെന്ന് ചെയ്തു കൊടുക്കുന്നതിനുള്ളൊരു സൗകര്യം വേണമെന്നുള്ള നിരന്തരമായിട്ടുള്ള അവരുടെ ഒരു ആവശ്യത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഇതിപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ആഴ്ചയിലെ എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഇതിൻ്റെ ബുക്കിംഗ് ഇപ്പം ഓരോ കോളേജസിൽ നിന്നും വന്നുകൊണ്ടിരിക്കും. ഫ്രീ സർവീസ് ആണോ നമ്മുടെ? കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് കോളേജിലും ഏത് യൂണിവേഴ്സിറ്റിയിലും വിളിച്ചാൽ നിങ്ങൾ ചെന്ന് ഫ്രീ ടൈമിൽ ചെന്ന് കൗൺസിലിംഗ്. അപ്പോൾ അവർ ഏത് ദിവസമാണ് നമ്മളുടെ ഈ കൗൺസിലിംഗ് ഓൺ വീൽസ് എന്നുള്ള നമ്മളുടെ കാരവൻ അവിടെ എത്തണം എന്നുള്ള മുൻകൂട്ടി അതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം മീറ്റിംഗിലേക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യും. അതനുസരിച്ചിട്ട് ആ ദിവസം നമ്മളുടെ കൗൺസിലേഴ്സ് അടക്കം ഒരു ഫുൾ ടീം അവിടെ ചെല്ലുന്നു. ആ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് അവരുടെ പ്രിമിസസിനകത്ത് തന്നെ വെച്ച് നമ്മളിത് കൊടുക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്യുന്നു. ദെൻ ഫോളോ അപ്സും മറ്റു കാര്യങ്ങളും നമ്മളുടെ ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യും. ഇപ്പം ട്രിവാൻഡ്രം തൊട്ട് കണ്ണൂർ വരെ നമുക്ക് ഓഫീസുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ലോക്കലായിട്ട് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഇതിന് ശേഷം അതാത് സ്ഥലത്തുള്ള ഓഫീസിൽ നിന്നായിരിക്കും അതെല്ലാം നടക്കുന്നത്. നമ്മളിപ്പോൾ നിങ്ങളുടെ ഓഫീസിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തുടക്കത്തിലെ കൗൺസിലിംഗ് അവിടെ കിട്ടുന്നു. വളരെ നല്ല കാര്യം. പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള സ്ഥലത്തൊക്കെ നമ്മളൊരു ഇത്തരത്തിലുള്ള ഓഫീസിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടെല്ലാം ഒഴിവായി കിട്ടുന്നു. അതെ. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്ന മിക്കവാറും പേർക്ക് പാർക്കിങ്ങിന്റെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ അതൊക്കെ ഒരു പരമാവധി ഒരു പരിധി വരെ നമുക്ക് ഇതിലൂടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കാൻ പോകുന്ന കോളേജിനകത്ത് തന്നെ അവർക്ക് ഈ ഒരു സൗകര്യം അവർക്ക് അവിടെ ലോക്കലി കിട്ടുന്നു എന്നുള്ളത് അവർക്കും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറഞ്ഞത്. പ്രത്യേകിച്ചും കുറച്ച് ദൂരം എറണാകുളത്തുനിന്ന് അകലെയുള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ. ലൈക്ക് ഇപ്പോൾ തൊടുപുഴ, കോതമംഗലം, മൂവാറ്റുപുഴ, അല്ലെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ ആ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ, വടക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ചാലക്കുടി, അങ്കമാലി, ഇവിടെ നിന്നൊക്കെയുള്ള കോളേജുകളിൽ നിന്നും ഇപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ് അവർ അവിടെ ആവശ്യപ്പെട്ടു തുടങ്ങി.
അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വിദേശ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ വിശേഷങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കാനഡ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് കാനഡയിൽ പോയിട്ട് കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ് കാനഡയിൽ ഇരിക്കുന്ന കുറേ പേര് വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ കൃത്യമായ കോഴ്സ് മനസ്സിലാക്കി കൃത്യമായ ഏജൻസി വഴിയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും സാധ്യതകൾ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഇപ്പോൾ രാജ് പറഞ്ഞു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫെയർ ഫ്യൂച്ചറിനെ മാത്രമല്ല നമ്മൾ പറയുന്നത്, അതുപോലെയുള്ള വളരെ ട്രസ്റ്റ് ചെയ്യാവുന്ന ഏജൻസികളെ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ സമീപിക്കാവൂ. എന്തായാലും കൂടുതൽ സംശയങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നമ്പറെ കൊടുക്കുന്നുണ്ട്, വിളിച്ചു ചോദിക്കുക. എന്നിട്ട് ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏത് രാജ്യം വേണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ എല്ലാവർക്കും മികച്ച ഒരു വിദേശ വിദ്യാഭ്യാസം സാധ്യമാകട്ടെ എന്ന് അല്ലേ ആശംസിക്കുന്നു. തീർച്ചയായും. പണ്ട് കാലത്ത് 40 വർഷം മുമ്പൊക്കെ പോയി അമേരിക്കയിലും UK പഠിച്ചിട്ട് വന്ന രാജാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കി തന്നെയാണ് രാജ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകൾ നേരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് തരണേ. തീർച്ചയായിട്ടും 2-3 ദിവസം ബൈച്ചേട്ടൻ ഇതുമായിട്ട് സഞ്ചരിക്കുക. നമുക്ക് വണ്ടികളുടെ കൗൺസിലിംഗ് കൊടുക്കാം, ഏത് വണ്ടി വാങ്ങിക്കണം എന്നൊക്കെ. അതെ അതിനുവേണ്ടി ഉപയോഗിക്കാം. ശരി, താങ്ക് യു സോ മച്ച്. താങ്ക് യു.